അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, പ്രാർത്ഥന എത്ര ലളിതമാണെങ്കിലും എളിയതാണെങ്കിലും ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത്? കർത്താവേ, നീയാണ് ഉദ്ദേശിക്കേണ്ടത്. നാനാവിധ രോഗികളെ കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഡിപ്രഷൻ വന്നു പോയവർ, മനസ്സിടിഞ്ഞവർ, ഇപ്പോൾ കാണുന്നത് പോലെ നെഞ്ചിൻ്റെ ഉള്ളിൽ മുഴയുള്ളവരെ കർത്താവ് സ്പർശിക്കണമേ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. ഉടലിൽ നിന്ന് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട്. കർത്താവ് അടിവയറ്റിലെ വേദനകളും മുഴുവൻ എല്ലാത്തരം അസ്വസ്ഥതകൾ, ഭാരങ്ങൾ, എന്തൊക്കെ കെട്ടിയിരിക്കണ പോലെ തോന്നുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് ജോലി അന്വേഷിച്ച് പോകുന്നവരെ, കർത്താവ് ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവരെ, ഓപ്പറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാകുമെന്ന് കേട്ടപ്പോഴൊരു പ്രയാസം നേരിടുന്നവരെ, അതിനെക്കുറിച്ച് ഭയങ്ങൾ തോന്നുന്നവരെ, എല്ലാ ഓപ്പറേഷനുകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആസ്വദിക്കുന്നു. കർത്താവ്, പ്രസവത്തിലെ കുഞ്ഞിന് വെയിറ്റ് കൂടുതലാണ്, സിസേറിയൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നവർ, അങ്ങനെ ഓരോരോ വിഷയത്തിൽ പ്രസവ സംബന്ധമായ വിഷയങ്ങളിൽ വിഷമിക്കുന്നവരും വേദനിക്കുകയും വീർമുട്ടുകയും ചെയ്യുന്നവരുടെ എല്ലാ ഭാരങ്ങളും മാറി മാതാവ് പ്രസവത്തിൻ്റെ ഓപ്പറേഷൻ്റെ ടൈമിൽ അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ സമയം നിൻ്റെ കൂടെ കൈ പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ നിന്നെ ഏൽപ്പിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവീശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ് വായിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. വിവേചന, ഡിസേൺമെൻ്റ് എന്ന് പറയും. ഡിസേൺമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഷയം കേൾക്കുമ്പോൾ ആൾക്കാരുടെ മുഴുവൻ പ്രശ്നം എന്താണെന്നറിയാമോ? ഡിസേൺമെൻറ്റിൻ്റെ വയറ് വിട്ടിരിക്കണതാണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു സാധനം അത് നല്ലതാണോ ചീത്തയാണോ, അതിനെ ഡിസേൺമെൻറ്റ്. വിവേചനം എന്ന് പറയും. വിവേചന വരം, വിവേചന വരവാ. ഇപ്പോൾ ചെറുക്കന് ജോലിയുണ്ട്, ചെറുക്കന് PR ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ
നമ്മളെ ചില അമ്മമാർ അപ്പോൾ ചില മക്കൾ പറയും എനിക്കും പോകാം ജർമ്മനിയിൽ, എനിക്കും പോകാൻ ന്യൂസിലൻഡിൽ എന്ന് പറയും. അവിടെ ചിലപ്പോഴേക്കും ചെറുക്കൻ 2 ഭാര്യ ഉണ്ടാകണത്, തീർന്നില്ല പരിപാടി. നീ ചിലപ്പോൾ അവൻ്റെ വിസയിലേക്ക് നീ പോണത്, എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല. അപ്പോൾ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയത്തില്ല. അതിനാണ് അപ്പോൾ മനുഷ്യന് ഏറ്റവും അത്യാവശ്യം ഈ കണ്ട പണിയെല്ലാം ആൾക്കാർ വാങ്ങിച്ചിരിക്കുന്ന വിവേചന വരെ ഇല്ലാത്തത് കൊണ്ടാണ്. നല്ലതാണോ ചീത്തയാണോ, ഇനി ജഡികമാണോ ആത്മീയമാണോ ദൈവികമാണോ പൈശാചികമാണോ, അപ്പം ഇങ്ങനെ ഓരോ വിഷയം കർത്താവ് പറഞ്ഞത് എല്ലാം നല്ലതാണ്, എല്ലാം പ്രയോജനകരമല്ല. ഒന്ന് കുറച്ച് 12 എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ എല്ലാം പ്രയോജനകരമല്ല. എല്ലാം പ്രയോജനകരമല്ല. അതാണ് എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എല്ലാം എനിക്ക് നിയമാനുസൃതമാണ്, എന്നാൽ ഒന്നും എന്നെ അടിമപ്പെടുത്താൻ ഞാൻ സമ്മതിക്കുകയില്ല. നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നിയമാനുസൃതമായിരിക്കാം, പക്ഷെ ആത്മീയമായി നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മൾ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷെ അത് ശരിയായതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല ലോങ് ടൈം. അപ്പോൾ അതെപ്പോഴും അത് ഭയങ്കര പാടാണ്. ഈ വെള്ളപ്പൊക്ക കാലം വരണ പോലെ ഇരിക്കും അത്. ഈ വെള്ളപ്പൊക്ക കാലം വരുമ്പോഴേ വെള്ളം ഇങ്ങനെ പൊങ്ങി നിന്നിട്ട് കര ഏതാണ് കായൽ ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ മൊത്തം കായലായിട്ട് കിടക്കും. അതിനകത്ത് ഒത്തിരി കരയുണ്ടാവും. ഇപ്പം ചില വെള്ളപ്പൊക്ക കാലത്ത് പാലം മുങ്ങിപ്പോയിട്ട് പുഴയും പാലവും അറിയാൻ പാല കിടന്നിട്ട് പാലത്തെ പോയി നിശ്ചയമുള്ള ആൾക്കാരെ പാലത്തെ കൂടി കയറി വന്നിട്ട് മറ്റുള്ളവർ വഴിതെളിക്കണില്ല. അപ്പോൾ ഒന്നും കണ്ടാൽ മനസ്സിലാകാത്ത പറ്റാത്ത അവസ്ഥയാണ് വിവേചനപരം ആവശ്യമായി വരണത്. ഇരിക്കണത് പരിശുദ്ധാത്മാവ് നേരിട്ട് തന്നെ ഉള്ള വരവാണ്. പരിശുദ്ധാത്മാവ് നേരിട്ട് തന്നെ വരവാണ്. കാരണം പരിശുദ്ധാത്മാവ് നേരിട്ട് നയിക്കുന്നതാണ് നമുക്ക് അതിലൂടെ. അത് ഭയങ്കരമായിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഒരു രോഗം ഇപ്പം കൃപാസനത്തൊക്കെ വരുന്ന ആൾക്കാരില്ലേ, ചിലക്ക് മനോരോഗികളാണ്, പക്ഷെ പറഞ്ഞുകൊണ്ട് വരുന്നത് പിശാചെന്ന് പറഞ്ഞില്ല വരുന്നത്. ഇപ്പം ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, മനോരോഗത്തിൽ പോയി മരുന്ന് മേടിച്ച് കഴിക്കാൻ പറയും. അതിൻ്റെ കാര്യം എന്താ, നമുക്കറിയാം അത് പിശാചല്ല. ഇവിടെ പിശാചിൻ്റെ വൈകൃതങ്ങൾ കാണിക്കും, പക്ഷേ മാനസിക രോഗമായിരിക്കും അത് കാണിക്കണത്. അപ്പോൾ ചില മാനസിക രോഗം ആണെന്ന് നമുക്ക് തോന്നും, പക്ഷേ പൈശാചികമായിരിക്കും. ഞാൻ പണ്ടൊരു പിശാച് ബാധിതനെ സുഖപ്പെടുത്തുമ്പോൾ അയാൾ ഇതുപോലെ വൈകൃതം കാണിച്ച് 4-5 പേര് കൂടി അയാളെ പിടിച്ച് മണ്ണിൽ പൊത്തി, അയാൾ ഭയങ്കര ഉദ്ദണ്ഡനായത് കാരണം ഭീമനെ പോലെ ഇരിക്കുന്ന അയാളുടെ പുറത്ത് കയറിയെന്നാണ്. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായത് മാനസികരോഗമല്ല, അത് പിശാചാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയാം, ലോർഡ് ജീസസ് ക്രൈസ്റ്റ് pour out his spirit, the fire fingers soak with the precious blood, Lord infuse his spirit, that with his power, devil's legions, Satan's attacks, may creation be expelled and thrown afar in the name of Jesus. In the name of Jesus പറഞ്ഞതോടുകൂടി ഇവരങ്ങ് ചൊട്ടിപ്പോയി. അപ്പം കർത്താവ് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അവരെല്ലാവരും മുട്ടനി കയറുന്ന ആ സമയത്ത് ഒരു 2-3 പേരാണ് എൻ്റെ മുതുകത്ത് കയറിയിരുന്നത്, ബാക്കി കൂടെ വന്ന് എല്ലാവരും മുട്ടനി കയറുന്നത് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷേ ഇൻ ദ നെയിം ഓഫ് ജീസസ് പറഞ്ഞപ്പോൾ ബലൂന് സൂചി കുത്തിയ പോലെ ഇവൻ ചൊട്ടിപ്പോയി. അപ്പോഴാണ് ഞാൻ മുട്ടുന്നത്. എന്നറിയാമോ, നെയിം ഓഫ് ജീസസ് ഭയങ്കര സംഭവം. പക്ഷെ പട്ടം കിട്ടി ഒരു 2 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയെക്കുറിച്ച് എനിക്ക് നല്ല ബോധം ദൈവം തന്നത് ഈ ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് വിവേചനമാണ് വരുന്നത്, വിവേചനം. എൻ്റെ പേര് ശശികല, ഞാൻ നെയ്യാറ്റിൻകരയിൽ നിന്നാണ് വരുന്നത്. 2018 ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് ഒത്തിരിയേറെ അമ്മ അനുഗ്രഹം ചെയ്ത് തന്നിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത് അമ്മ എനിക്ക് ആദ്യമായി ചെയ്തെന്ന വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. ഞങ്ങളുടെ വീട്ടിലോട്ട് പോകാനായിട്ട് ഞങ്ങൾക്ക് വഴിയില്ല. ഞങ്ങളുടെ വീട്ടിൻ്റെ 2 ഭാഗത്തൂടെ ഞങ്ങൾക്ക് പോകാനുള്ള വഴിയുണ്ടെങ്കിലും ഞങ്ങളുടെ വീട്ടിലോട്ട് കയറിപ്പോകാനായിട്ട് ഒരു കാറ് കൊണ്ടുപോകാനുള്ള വഴി ഞങ്ങൾക്കില്ലായിരുന്നു. അത് ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ മക്കളെയാണ്, ഒരു അമ്മയുടെ മക്കളാണ്, എന്നിട്ട് പോലും ഞങ്ങൾക്കൊരു കാറ് കൊണ്ടുപോകാനുള്ള ഒരു വഴി തന്നില്ലായിരുന്നു. അതിൽ ഞാൻ ഒരുപാട് ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ അമ്മയുടെ മുന്നിൽ നിന്ന് നിരന്തരം കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഞങ്ങൾക്ക് മാത്രം ഇത്രയും കാരണം 2 സ്ഥലത്തും റോഡാണ്. ഒരു സ്ഥലമാണെങ്കിൽ കാരോട് ബൈപ്പാസ് പോകുന്നതാണ്. ഞങ്ങൾക്ക് 6 മീറ്റർ ഇറങ്ങിയാൽ മതി ആ കാരോട് ബൈപ്പാസിലോട്ട് ഇറങ്ങാനായിട്ട്. പക്ഷേ ആ സഹോദരന് ഞങ്ങൾ നേരത്തെ കൊടുത്ത വസ്തുവാണ് ആ സഹോദരന് വീട് വയ്ക്കാനായിട്ട്. പക്ഷേ ആ സഹോദരൻ ഞങ്ങൾക്ക് വഴി തരാതെ, ഞങ്ങൾക്കൊരു കാറ് കൊണ്ടുപോകാനൊരു വഴി തരാതെ അയാൾ വലിയ കല്ലൊക്കെ വാരിയിട്ട് ആ വഴി അടച്ചുപോയി. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. ഞങ്ങൾക്കൊരു വണ്ടി പോകാൻ, ഒരു കാറ് കൊണ്ടുപോകാനൊരു വഴിയില്ലല്ലോ മാതാവേ എന്ന് ഞാൻ നിരന്തരം മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിനിടയിൽ തന്നെ എൻ്റെ ഹസ്ബൻഡിന് 2020 ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് തിരിച്ച് ഞങ്ങളുടെ വീട്ടിലോട്ട് കൊണ്ടുവരാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നില്ല. ഒരു ഓട്ടോയിൽ കൊണ്ടുവരുന്ന സമയം
ഹസ്ബൻഡിൻ്റെ കാല് ഓപ്പറേഷൻ ചെയ്ത കാല് ഓട്ടോ അങ്ങനെ ഒന്ന് കുലുങ്ങിയതിന് ഫലമായി കാലിൽ നിന്ന് ഒത്തിരി ബ്ലഡ് വരികയും അങ്ങനെ അന്ന് മുതൽ ഞാനിരുന്ന് നിരന്തരം അമ്മ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, മാതാവേ ഞങ്ങൾക്ക് ഒരു കാറ് കൊണ്ടുപോകാൻ വഴി തരാത്തവരുടെ മുന്നിൽ ഞങ്ങൾക്കൊരു കാറ് കൊണ്ടുപോകാൻ ഒരു സൗകര്യത്തിന് റോഡിൻ്റെ കരയിൽ ഞങ്ങൾക്ക് ഒരു 5 സെൻറ്റ് വസ്തു വാങ്ങാനുള്ള അനുഗ്രഹം തരണേ എന്ന് അമ്മ മാതാവിനോട് എന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ മാതാവ്, ഞങ്ങൾ വിചാരിച്ചില്ല ഇത് ഇത്രയും നല്ലൊരു സ്ഥലം കിട്ടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഞങ്ങൾക്ക് റോഡിൻ്റെ ജംഗ്ഷൻ അടുത്തായിട്ട് തന്നെ ഞങ്ങൾക്കൊരു വീടും വസ്തുവും വാങ്ങാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. അത് ഞങ്ങൾക്ക് ഇത് വാങ്ങാനുള്ള കാശും ഞങ്ങൾക്ക് ഒത്തിരി റിലേറ്റീവ്സ് തന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വസ്തുവാണ്. ഞങ്ങൾക്കത് സ്വപ്നത്തിൽ പോലും ഞങ്ങൾ വിചാരിച്ചില്ല ഞങ്ങൾക്ക് ഈ ജംഗ്ഷൻ്റെ അടുത്തായിട്ട് ഇതുപോലെ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടുമെന്ന്. ഇത്രയും വലിയ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഈ അനുഗ്രഹം ഉണ്ടായത്. അതുപോലെ തന്നെ ഞങ്ങളുടെ വസ്തു അമ്മയും 2 സഹോദരിമാരും കൂടെയാണ് ഞങ്ങളുടെ വസ്തു ഈ മൂത്ത സഹോദരനെ എഴുതി കൊടുത്തിട്ട് അവർ പറഞ്ഞു ഹൈവേ പോകുമ്പം ഞങ്ങൾക്ക് തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈവേ പോയി ഞങ്ങൾക്ക് വഴിയും തന്നില്ല, ഞങ്ങളുടെ വസ്തുവും പോയി, ഞങ്ങൾക്ക് തരാനുള്ള കാശും ആ സഹോദരൻ തന്നില്ല. അമ്മ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ മാത്രം മതിയായിരുന്നു, മോനെ നീ ഞങ്ങൾ കൂടുതൽ നിനക്ക് എഴുതി തന്ന വസ്തുവാണ്, നീ അവർക്ക് ഒരു വണ്ടി കൊണ്ടുപോകാൻ ഒരു വഴി കൊടുക്കുമെന്ന് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. അമ്മ പറഞ്ഞില്ല, സഹോദരിമാരും പറഞ്ഞില്ല. അവർ പറയുന്നു ഇത്രയും പൈസ കിട്ടിയപ്പോൾ സഹോദരൻ്റെ സ്വഭാവം മാറി എന്നാണ്. എന്നാലും ഞാനൊന്ന് പറയട്ടെ പ്രിയമുള്ളവരെ, ഈ അമ്മ കൃപാസൻ്റെ അമ്മയുടെ മുന്നിൽ വന്ന് നമ്മൾ കരഞ്ഞു കഴിഞ്ഞാൽ അമ്മ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. കാരണം എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ പെറ്റമ്മയായിരുന്നിട്ട് പോലും അമ്മ ഒരു വാക്ക് പറഞ്ഞില്ല, ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു കാറ് കൊണ്ടുപോകാൻ ഒരു വഴി നീ കൊടുക്കണേന്ന്. ഞങ്ങൾ കൊടുത്ത വസ്തുവായിരുന്നു. അതുകൊണ്ടാണ് ഒത്തിരി വിഷമത്തോടെ ആദ്യമേ എനിക്ക് ഭയങ്കര വിഷമം വന്നത്. കാരണം ഞങ്ങൾ കൊടുത്ത വസ്തുവിൽ ഞങ്ങൾക്കൊരു വണ്ടി പോകാൻ ഒരു വഴി തന്നിട്ടില്ല. എന്നിട്ട് ഞങ്ങൾക്ക് വഴി തരാതെ അടച്ചു വെച്ചു. ഇപ്പോൾ അത് വഴി തരാതെ ഞങ്ങൾക്ക് എന്താണ് ആ വീട് വെച്ചാൽ ഇപ്പം അടച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മോനാണെങ്കിൽ അതിൽ ആ റോഡ് വഴി കാരോട് ബൈപ്പാസിലോട്ട് ഇറങ്ങി പോകുന്നതാണ്. മോൻ ഇറങ്ങിപ്പോവും. അപ്പോൾ മോന് ഭയങ്കര വിഷമമായി. അമ്മ ഞങ്ങൾക്ക് ഈ വസ്തു തിരിച്ചു തരുമെന്നല്ലേ അമ്മ പറഞ്ഞത്, എന്നിട്ട് ഞങ്ങൾക്കൊരു കാറ് പോകാനുള്ള വഴിയും തരാതെ ഇത് അടച്ചു വെച്ചിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞില്ലേ, പെറ്റമ്മ പറയാത്ത ഒരു കാര്യം എൻ്റെ വലിയ അമ്മ, എൻ്റെ കൃപാസനത്തിൽ അമ്മയും തിരുക്കുമാരൻ എനിക്ക് സാധിച്ചു തന്നതിൽ എത്ര നന്ദി പറഞ്ഞാലും എനിക്കെൻ്റെ തീരത്തില്ല പ്രിയമുള്ളവർ. നമ്മുടെ കൈവടിയാത്ത അമ്മയാണ്. നമ്മുടെ അമ്മ ഉപേക്ഷിച്ചാലും ഞങ്ങളുടെ ബന്ധുക്കൾ ഉപേക്ഷിച്ചാലും ആരുപേക്ഷിച്ചാലും ഈ കൃപാസന അമ്മ നിങ്ങളുടെ കണ്ണുനീരിന് അമ്മ മറുപടി തരിക തന്നെ ചെയ്യും. അടുത്തതായി എൻ്റെ ഒരു നിയോഗം ഞാൻ വെച്ചിട്ടുള്ളത് ഉടമ്പടി നിയോഗത്തിൽ വെച്ചിട്ടുള്ളതാണ്. ഞങ്ങൾക്കൊരു വസ്തു 4 വർഷമായി വിൽക്കാതെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഉടമ്പടി പുതുക്കിയ സമയം തന്നെ അതിൽ വന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, മാതാവേ ഞങ്ങൾക്ക് ഈ വസ്തു വിൽക്കാനായിട്ടുള്ള അനുഗ്രഹം തരണേന്ന്. ഉടമ്പടി വെച്ച് ഞാൻ 3 മാസം കഴിഞ്ഞില്ല, അതിനു മുമ്പേ തന്നെ ഞങ്ങൾക്ക് ആ വസ്തു വിൽക്കുവാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ മാർച്ച് 2023 ജനുവരി മാസം മുതൽ എൻ്റെ 2 കാലിൽ നല്ല ചൊറിച്ചിലുണ്ടാവുമായിരുന്നു. രാവിലെ ഉണ്ടാവത്തില്ല, വൈകുന്നേരം ആകുമ്പോൾ നല്ല ചൊറിച്ചിൽ. ആ ചൊറിച്ചിൽ ഒത്തിരി തീരുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കൃപാസനത്തിലെ ഉപ്പ് ഞാൻ കുളിക്കുന്ന വെള്ളത്തിലിട്ടിട്ട് ഞാൻ കുരിശ് വരച്ച് ആ വെള്ളം കുളിക്കുമായിരുന്നു. പക്ഷേ അതിനുശേഷം എനിക്ക് ഇന്ന് വരെ എൻ്റെ കാലിൽ എനിക്ക് ചൊറിച്ചിൽ വന്നിട്ടില്ല. പേര് നിഷ പ്രിൻസ്, ഞാൻ ദുബൈയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ജൂൺ 25 അന്ന് ഉടമ്പടി വെച്ച ഒരു നിയോഗമായിരുന്നു, നാട്ടിലൊരു വീട് വേണമെന്ന്. അന്ന് ഞങ്ങൾ വസ്തു മേടിച്ചായിരുന്നു, പക്ഷെ വീട് പണി തുടങ്ങിയിട്ടില്ലായിരുന്നു. അത് ശരിയാക്കാനുള്ള പേപ്പർ കൊടുത്തിട്ടേ ഉള്ളായിരുന്നു. ജൂലൈ 2022 എൻ്റെ വീട് പണി സ്റ്റാർട്ട് ചെയ്തു. കുറേയേറെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു, അതെല്ലാം മാറി ഉടമ്പടി വെച്ച പോലെ തന്നെ നൈസായിട്ട് വീട് പണിയാനും അതിൻ്റെ ഹൗസ് വാമിങ് നടത്താനും ഈ ഏപ്രിൽ 10 അതിൻ്റെ ഹൗസ് വാമിങ് നടത്തും. 9 മന്ത്സിൽ വീട് പണി പൂർത്തീകരിക്കാനും സാധിച്ചു. ഞാൻ 2014 ഓൺവേർഡ്സ് ഒരു വീട് പണിയാനായിട്ട് നാട്ടിൽ വീട് പണിയാനായിട്ട് ആഗ്രഹിച്ച ആളാണ്. കുറേയേറെ തടസ്സങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അനുഭവിച്ചു. ഇതിനു മുമ്പേ 2 സ്ഥലങ്ങൾ മേടിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഒരു സ്ഥലം മുൻപേ മേടിച്ചതുമാണ്, പക്ഷേ വീട് വെക്കാൻ സാധിച്ചില്ല. ഇവിടെ ഉടമ്പടി വെച്ച് കഴിഞ്ഞാണ് എൻ്റെ വീട് പണി സാധിച്ച് കിട്ടിയത്. പിന്നെ വേറെ ഒരു പ്രോപ്പർട്ടി എൻ്റെ മദറിൻ്റെ പ്രോപ്പർട്ടിയാണ്, അത് വിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. 2020 തൊട്ട് ഞങ്ങൾ അത് ശരിക്കും ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അത് വിൽക്കാൻ സാധിച്ചില്ല. അതും ഉടമ്പടി വെച്ചതാണ്. ഉടമ്പടി വെച്ച ശേഷമാണ് അതും വിൽക്കാൻ സാധിച്ചത്. ഈ ഫെബ് 2023 അതും ഞങ്ങൾക്ക് വിറ്റ് കിട്ടി.
പിന്നെ ഉടമ്പടി എടുത്ത ശേഷം ഞങ്ങൾക്ക് കുടുംബമായിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വീട് പണി സമയത്തായാലും ഒരു തടസ്സവും അനുഭവപ്പെട്ടിട്ടില്ല. സാമ്പത്തികമായിട്ടായാലും ഞങ്ങളൊന്നും കരുതിയതല്ല, പക്ഷേ എല്ലാം ദൈവം ക്രമീകരിച്ച് എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായിട്ട് ദൈവം മുൻപേ വഴി നടത്തുമായിരുന്നു. മാതാവിൻ്റെ ഒരു മധ്യസ്ഥതയും കൊണ്ട് മാത്രമാണ് ഞങ്ങൾക്കിത് സാധിച്ചതെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് കുടുംബമായിട്ട് പ്രാർത്ഥനയിലും കൂടുതൽ ദൈവത്തോട് അടുക്കാൻ സാധിച്ചു. ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിൻ്റെ പ്രത്യേകമായ മാധ്യസ്ഥയിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ഉടമ്പടി നന്നായിട്ടൊക്കെ പാലിക്കുവാനായിട്ടൊക്കെ സാധിച്ചു. ഉടമ്പടി നന്നായിട്ടൊക്കെ പാലിച്ചു. നല്ലതായിട്ട് ഞങ്ങളെയൊക്കെ അറിയാവുന്ന നല്ലതായിട്ട് ശ്രമിച്ചു. ഞങ്ങൾക്ക് പോയി രോഗികളെ ഒന്ന് ശുശ്രൂഷിക്കാനുള്ളൊരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ അറിയുന്ന നാട്ടിലുള്ള ഓർഫനേജ് സെൻറ്റർ അല്ലെ സൈക്കാട്രിക് പ്രോബ്ലംസ് ഉള്ളവരൊക്കെ ഉണ്ട്. അങ്ങനത്തെ കേന്ദ്രങ്ങൾ ഞങ്ങൾ ചാരിറ്റി ചെയ്ത് ഡൊണേഷനൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളെ അറിയുന്നവർ ആർക്കെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരെയൊക്കെ ഞങ്ങൾ സഹായിക്കാൻ ശ്രമിച്ചു. പിന്നെ പത്രവും കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. എന്നാലും ഞങ്ങളെയൊക്കെ അറിയാവുന്ന മലയാളികളായിട്ടുള്ളവർക്കൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കൃപാസനത്തെക്കുറിച്ച് ഞങ്ങൾക്കറിയാവുന്ന ഞാനും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാവുന്നവരിലൂടെയൊക്കെ പറഞ്ഞ് അനേകരെ കുറച്ച് പേരേലും ഞങ്ങൾ ശ്രമിച്ചു കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാനും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആദ്യം തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പേര് ബിജു ജോസഫ്. പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഈ വർഷം 2023 ജനുവരി മാസം 16-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ വൈഫിൻ്റെ സിസ്റ്ററാണ് എന്നെ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് വളരെയധികം പ്രാവശ്യം പറഞ്ഞു. എന്നാലും എനിക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ചില കഷ്ടതകൾ കൂടി വന്നപ്പോൾ അമ്മ മാതാവ് തന്നെ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്ന് എനിക്കിപ്പോൾ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ജനുവരി മാസം 16-ാം തീയതി ഉടമ്പടി എടുത്തു. അമ്മ മാതാവിൻ്റെയും യേശുവിൻ്റെയും മധ്യസ്ഥയിൽ 6 നിയോഗങ്ങൾ അർപ്പിച്ചു. എൻ്റെ ആദ്യത്തെ നിയോഗമായിരുന്നു, എനിക്കിപ്പോൾ ഒരു 46 വയസ്സായി. കഴിഞ്ഞ 26 വർഷക്കാലം മദ്യത്തിനും പുകവലിക്കും അടിമയായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജനുവരി മാസം 16-ാം തീയതി മുതൽ ഇന്നേ ദിവസം വരെ ഏകദേശം 87 ദിവസം മദ്യത്തിൽ നിന്നും പുകവലിയിൽ നിന്നും എനിക്ക് അമ്മ മാതാവ് വിടുതൽ തന്നു. ആ അമ്മ മാതാവിൻ്റെ മുമ്പിൽ വന്ന് സാക്ഷ്യം പറയുവാൻ എനിക്ക് ഇടയായത് ഓർത്ത് ഞാൻ അമ്മ മാതാവിനും തിരുകുമാരനും നന്ദി അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ എൻ്റെ സാക്ഷ്യം, ഞാൻ ഒരു വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏകദേശം ഒരു 10-18 വർഷക്കാലം ഞാൻ കുടുംബമായിട്ടും കുറേ വർഷക്കാലം ഞാൻ ഗൾഫിലായിരുന്നു. 2019 ഞാൻ നാട്ടിൽ വന്നു. തിരിച്ചെനിക്ക് പോകുവാനായിട്ട് സാധിച്ചില്ല. കൊറോണയുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിനൊക്കെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ ഏജിൻ്റെ പ്രോബ്ലം അവർ പറയുന്നു. 45 വയസ്സ് എബോവായി കഴിഞ്ഞാൽ പിന്നെ പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവരെല്ലാം 40 വയസ്സിൻ്റെ ഉള്ളിലുള്ളവരെയാണ് അവർക്ക് ആവശ്യം. പിന്നെ ചിലപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നിടത്ത് എൻ്റെ ട്രേഡിലുള്ള വേക്കൻസികൾ കാണത്തില്ല. അങ്ങനെ ഒരു ഏകദേശം ഒരു 3-4 വർഷക്കാലം ഞാൻ നാട്ടിൽ തന്നെ കഴിയേണ്ടതായിട്ടുള്ളൊരവസ്ഥ വന്നു. ഞാൻ വീട് വെച്ചതിൻ്റെതായിട്ടുള്ളൊരു ലോൺ ഉണ്ടായിരുന്നു. എനിക്ക് 3 കുട്ടികളാണ്, കുടുംബം. അങ്ങനെ എനിക്ക് വളരെ പ്രയാസത്തിൽ കൂടെ കഴിയുന്ന ഒരു അവസരമായിരുന്നു. പല ആളുകളോടും പല ഇടങ്ങളിലും പല രീതികളിലും ഞാൻ ഗൾഫിലേക്ക് കടന്നു പോകാനായിട്ടുള്ള വഴികൾ നോക്കി. എന്നാൽ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ നടന്നില്ല. ഇവിടെ വന്ന് ഞാൻ നിയോഗം വെച്ചതിൽ രണ്ടാമത്തെ എൻ്റെ നിയോഗമായിരുന്നു എനിക്ക് വിദേശത്തേക്ക് ഒരു ജോലിക്ക് പോകേണ്ടത്. അങ്ങനെ ഞാൻ ഇവിടെ തന്നെ നാട്ടിൽ തന്നെ ഒരു ചെറിയ ജോലി ചെയ്തുകൊണ്ടിരിക്കവേ ഡെയിലി ഞാൻ രാവിലെയും വൈകിട്ടും പ്രദക്ഷിണ പ്രാർത്ഥന ചെയ്യുമായിരുന്നു. അങ്ങനെ മാതാവിൻ്റെ പ്രദക്ഷിണ പ്രാർത്ഥനയെല്ലാം ചെയ്ത് ജസ്റ്റ് മൊബൈലിലെടുത്ത് ഫേസ്ബുക്ക് വഴി ഇങ്ങനെ വേക്കൻസികൾ നോക്കുമായിരുന്നു. അപ്പോൾ തന്നെ പെട്ടെന്നൊരു സൗദി അറേബ്യയിലേക്ക് ഒരു വേക്കൻസി വരികയും അത് നമ്പർ വന്ന് പെട്ടെന്ന് തന്നെ എന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് കിട്ടും. ചിലപ്പം പിന്നെ നോക്കുമ്പോൾ അത് ചിലപ്പോൾ കാണത്തില്ല. ഒരേ ഒരു വേക്കൻസി ഉള്ളായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തു. ഡൽഹിയിലുള്ള ഒരു ഏജൻ്റായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു നിങ്ങൾ ബയോഡേറ്റ അയച്ചു തരൂ. അങ്ങനെ പെട്ടെന്ന് തന്നെ ബയോഡേറ്റ അയച്ചു കൊടുത്തു. പെട്ടെന്ന് തന്നെ സൗദിയിൽ നിന്ന് എനിക്ക് ഓൺലൈൻ വഴി ഇൻ്റർവ്യൂ നടന്നു. ആ ഇൻ്റർവ്യൂവിൽ ഞാൻ പാസ്സായി. അത് പാസ്സായത് ഞാൻ ഇൻ്റർവ്യൂ നടത്തിയെന്ന് ചോദിച്ചാൽ അമ്മ മാതാവിൻ്റെ കാശുരൂപം ഇതുപോലെ കയ്യിലിട്ടു.
ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഞാൻ ജോലി സമയത്ത് വെച്ചാണ് എന്നെ ഇൻ്റർവ്യൂവിന് അവർ ടൈം തന്നത്. അവിടെ ഞാൻ റൂമിൽ ഇരുന്നിട്ടാണ് ഓൺലൈൻ ഇൻ്റർവ്യൂ നടത്തിയത്. ആ സമയത്ത് ഞാൻ നേർച്ച വസ്തുവായി ഉപ്പ് അവിടെ കൊണ്ടുപോയി അവിടെ പ്രാർത്ഥന ചൊല്ലി വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് അവിടെ ഇട്ട് ഉപ്പിൻ്റെ മേളിൽ ഇരുന്നാണ് ഞാൻ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. എനിക്ക് ഒരേ പേടിയുള്ളൂ, ഇൻ്റർവ്യൂ ഞാൻ പാസ്സാവും, പക്ഷേ എൻ്റെ വയസ്സിൻ്റെ പ്രോബ്ലം. എന്നാൽ എൻ്റെ അമ്മ മാതാവ് അവിടെ എനിക്ക് ഇൻ്റർവ്യൂ സെലക്ഷനായി. പിറ്റേ ദിവസം തന്നെ 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അങ്ങനെ എനിക്ക് വിസ ലഭിച്ചു. എനിക്ക് ഈ ഞായറാഴ്ച പോകുവാനായി ടിക്കറ്റ് വരെ ലഭിച്ചു. ഈ നൊയിമ്പ് സീസണിൽ സാധാരണ ഗൾഫിൽ വിസകൾ അടിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ വളരെ ലെയറായിട്ട് മാത്രമേ ആളുകളെ ഇവിടുന്ന് കൊണ്ടുപോകത്തുള്ളൂ. പക്ഷേ 1 മാസത്തിനുള്ളിൽ എൻ്റെ ഇൻ്റർവ്യൂ നടന്നു. എനിക്ക് ഞാൻ അവിടെ ഇൻ്റർവ്യൂ നടത്താൻ പോയില്ല, ഓൺലൈൻ വഴി ഇൻ്റർവ്യൂ നടന്ന് എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളും ഞാൻ ഡൽഹിക്ക് അയച്ചു കൊടുത്തു. ഇപ്പോൾ അവരവിടുന്ന് ഡൽഹിയിൽ നിന്ന് തിരിച്ച് എൻ്റെ ടിക്കറ്റും പാസ്പോർട്ടും അയച്ചു തന്നിരിക്കുകയാണ് ഞായറാഴ്ച പോകുവാനായിട്ട്. ഇത് എൻ്റെ അമ്മ മാതാവ് ചെയ്തതല്ലാതെ വേറെ ആരും ചെയ്തതല്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. കാരണം 4 വർഷക്കാലം ഞാൻ പല രീതിയിൽ, കാരണം എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെങ്കിൽ അതെല്ലാം പരാജയപ്പെട്ടു പോയി. ഞാൻ പരാജയപ്പെട്ടു പോയി, എൻ്റെ എക്സ്പീരിയൻസ് പരാജയപ്പെട്ടു പോയി, എല്ലാം പരാജയപ്പെട്ടു പോയപ്പോൾ എൻ്റെ അമ്മ മാതാവിലുള്ള വിശ്വാസം ഞാൻ മുറുകെ പിടിച്ചപ്പോൾ എൻ്റെ അമ്മ മാതാവ് എനിക്ക് നല്ല ഒരു ജോലി തന്നു. മൂന്നാമതായിട്ട് പറയാനുള്ളത്, എനിക്ക് കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരുമായിരുന്നു. അതിശക്തമായ തലവേദന വരും. അന്നേരമൊക്കെ ഗുളിക കഴിക്കും. ചിലപ്പോൾ ഓർക്കും അന്നൊക്കെ മദ്യപിക്കുന്ന സമയമാണ്, മദ്യപിക്കുന്നതിൻ്റെ കുഴപ്പമായിരിക്കും. എന്നാൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു പ്രാവശ്യം ഇതുപോലെ ശക്തമായിട്ട് തലവേദന വന്നു. ഞാൻ ആ കാശ് രൂപ എടുത്ത് ഇതുപോലെ പ്രാർത്ഥിച്ച് എണ്ണ തേച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച ശേഷം ഇതുവരെ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മളിൽ കൂടെ മറ്റു ചിലരിൽ അമ്മ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. അതിൻ്റെ ഏക ഒരു കാരണമാണ് എനിക്ക് പറയാനുള്ളത്. ഈ എറണാകുളത്ത് ഞാനൊരു ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് ഞാൻ എൻ്റെ തൊട്ട് അടുത്തിരുന്ന ഒരാളെ പരിചയപ്പെട്ടു. അപ്പോൾ പുള്ളിക്കാരന് വെൽഡർ എന്ന് പറഞ്ഞ് ഒരു ട്രേഡിലേക്ക് കടന്നു പോകാനായിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. പക്ഷെങ്കിൽ ഞാൻ അന്നൊരു സൂപ്പർവൈസർ വേക്കൻസി പോകാനായിട്ട് ഞാനും പുള്ളിയോട് അടുത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ പുള്ളിക്കാരനോട് ജസ്റ്റ് പരിചയപ്പെട്ടു, പേര് ചോദിച്ചു, എടപ്പള്ളിയിലാണ് വീടെന്ന് പറഞ്ഞു. അദ്ദേഹത്തോട് ഞാനൊരു കാര്യം ചോദിച്ചു, 10-15 വർഷം എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് സൂപ്പർവൈസർ വിസയിൽ പോയിക്കൂടെ? 70,000 പകരം നിങ്ങൾക്കൊരു 1,4 ലക്ഷം രൂപ ശമ്പളം കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, എൻ്റെ സർട്ടിഫിക്കറ്റും ഇല്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, സർട്ടിഫിക്കറ്റും വേണ്ട, ഒന്നും വേണ്ട, അമ്മ മാതാവിൽ വിശ്വാസം അർപ്പിച്ച് ഞാൻ എൻ്റെ കയ്യിലിരുന്ന ഈ കാശി രൂപം, ഈ മാല ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ കൊടുത്ത് പുള്ളിക്കാരനെ ഇൻ്റർവ്യൂ നടത്തുന്ന റൂമിലേക്ക് കയറ്റി വിട്ടു. തിരിച്ച് പുള്ളി ഇറങ്ങി വരുമ്പോൾ പറഞ്ഞ്, എൻ്റെ CV നോക്കിയില്ല, ഒന്നും നോക്കിയില്ല, എന്നെ സെലക്ട് ചെയ്തു സൂപ്പർവൈസറായിട്ട്. ആ പുള്ളിക്കാരൻ എന്നെ വിളിച്ചു. അന്നത്തെ 1 മണിക്കൂറത്തെ പരിചയം മാത്രമേ ഉള്ളൂ. പുള്ളി എന്നെ ഇടയ്ക്കെല്ലാം വിളിച്ചു. പുള്ളി ഇപ്പം വിദേശത്തേക്ക് പോയി, എനിക്ക് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിൽ കൂടെ നമുക്ക് മാത്രമല്ല അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്, നമ്മളിൽ കൂടെ മറ്റു പലർക്കും അമ്മ മാതാവ് അത്ഭുതം പ്രവർത്തിക്കും. അതിലൊരു ചെറിയ ഉദാഹരണം കൂടെ പറയട്ടെ. ഇപ്പോൾ ഞാൻ നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് എൻ്റെ ഇവിടുത്തെ അമ്മ മാതാവ് എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പറഞ്ഞപ്പോൾ എൻ്റെ മദ്യപാനം നിർത്തിയത്, എനിക്ക് പെട്ടെന്ന് ജോലി, ഞാൻ ആഗ്രഹിക്കാത്ത ഒരു ജോലി എനിക്ക് ലഭിച്ചത് ഈ അനുഗ്രഹങ്ങളെ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തി, ഹിന്ദുവാണ് പുള്ളിക്കാരൻ ഇന്നിപ്പോൾ എൻ്റെ ഒപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും നിങ്ങളും പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അവസരം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. ഞാൻ പാലായിൽ ചെറുപ്പങ്കൽ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2019 ജൂൺ 30 ഞാൻ കുവൈത്തിൽ ജോലി ചെയ്യുന്നൊരു നേഴ്സായിരുന്നു. ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നില്ല, ഞാൻ റിസൈൻ ചെയ്തിട്ട് വന്നിട്ട് 3 മാസമായി. അപ്പം അന്ന് സാക്ഷ്യം എടുത്തിട്ട് പോയിട്ട് എനിക്ക് പിന്നെ ഇങ്ങോട്ട് വരാൻ പറ്റിയില്ല, കോവിഡൊക്കെ ആയതുകൊണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വരുന്ന ഈ ഡിസംബറിലാണ് വരുന്നത്. ആദ്യത്തെ ഉടമ്പടി എടുത്തപ്പം എൻ്റെ നിയോഗങ്ങളെല്ലാം ഞാൻ മാതാവിന് സമർപ്പിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും കിട്ടി. ഞാൻ ഈ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് 2018 എൻ്റെ ഫ്രണ്ട് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അന്ന് ഞാൻ അവളുടെ അടുത്ത് പോയിട്ട് ഉടമ്പടി പുസ്തകം വായിച്ച് പഠിച്ച് ഞാൻ ജപമാല ചൊല്ലി, മാതാവേ അമ്മയുടെ ഉടമ്പടി എടുക്കാൻ എന്നെ ഒരു അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ കൊന്ത ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്ന നിയോഗം ആദ്യമായിട്ട് എൻ്റെ മോന്
10ാം ക്ലാസ്സിൽ പഠിച്ചപ്പം അവന് 90% മാർക്ക് വേണമെന്ന് പറഞ്ഞ് ഒത്തിരി കഷ്ടപ്പെട്ട് പഠിച്ച കൊച്ച്, പക്ഷേ കിട്ടിയില്ല. അവന് ഭയങ്കര സങ്കടമായിരുന്നു, കൊച്ച് ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ട് ഞാൻ വന്ന് ഉടമ്പടി വെച്ചു. കൊച്ച് നന്നായിട്ട് പഠിച്ചു. 2020 അവൻ 12ാം ക്ലാസ്സിൻ്റെ പരീക്ഷ എഴുതി. കൊച്ചിന് 94% മാർക്ക് കിട്ടി. ഫിസിക്സിനൊക്കെ 95%. അവൻ്റെ സ്കൂളിലെ ടോപ്പേഴ്സിൻ്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു അനുഗ്രഹം അമ്മ മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു. അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു അമ്മയ്ക്ക്. അങ്ങനെ ആ കൊച്ച് വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടുവാനായിട്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പിള്ളേർ വിശ്വാസത്തിലേക്ക് വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് എൻ്റെ കൂട്ടത്തിൽ 5:30 എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുവാനും, ആദ്യം ഒന്ന് വിളിക്കുമ്പോൾ വരികയില്ലെങ്കിലും പിന്നീട് മമ്മി ഞാനും വരാമെന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ് വരും. അങ്ങനെ പ്രാർത്ഥിച്ച് അവൻ ആ വലിയ കൃപ കിട്ടി. ഇപ്പോഴും ആ കൊച്ച് എൻജിനീയറിങ്ങിന് പഠിക്കുന്നു. പരീക്ഷയ്ക്ക് പോകുമ്പം കാശുരവും എണ്ണയും ഉപ്പും ഒക്കെ കൊണ്ടുപോയി ഇപ്പം വരെയുള്ള 5 സെമസ്റ്ററുകളും കൊച്ച് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പാസ്സായി. അവന് വലിയ അനുഗ്രഹം കൊടുത്ത് അമ്മ വഴി നടത്തുന്നു. അതിന് ഒത്തിരി നന്ദി പറഞ്ഞു ഈശോയ്ക്കും മാതാവിനും. രണ്ടാമതായിട്ട് ഈ സമയത്ത് തന്നെ ഞങ്ങൾക്ക് മംഗലാപുരത്ത് ഒരു കുറേ സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾ റബ്ബർ വെച്ച് 10,000 റബ്ബർ ഉണ്ടായിരുന്നു. അങ്ങനെ ആ റബ്ബർ നോക്കി ഒരു ആസാമിയെ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീടായപ്പോൾ അവിടെ നോക്കാൻ ആളില്ലാതായി. അതുകൊണ്ട് ഞങ്ങൾക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ടായി. ആ സമയത്ത് ഞങ്ങൾ വിൽക്കാനായിട്ട് ആലോചിച്ചു. 2 വർഷമായിട്ട് ആ വിൽപ്പന നടക്കാതെ വന്നു. കാരണം ഈ ബ്രോക്കർമാരെല്ലാം ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വരുന്നവരെ ഒഴിവാക്കി വിടുമായിരുന്നു. അപ്പം ഞാനിത് ഉടമ്പടിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി എടുത്ത് 3 മാസം കഴിഞ്ഞപ്പം ഞാൻ മാതാവിനോട് അന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ജപമാല റാലി നടക്കുന്നതിന് മുമ്പ് അമ്മ എനിക്ക് അടയാളം തരണം, അമ്മേൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതിനൊരു അടയാളം കൂടിയാണ് അതെന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 25-ാം തീയതി 2019 ജപമാല റാലി തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം രാത്രി 10 മണിക്ക്, 24-ാം തീയതി രാത്രി 10 മണിക്ക് ഒരു വ്യക്തി, ഞങ്ങളാരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു വ്യക്തി എൻ്റെ ഹസ്ബൻഡിനെ വിളിക്കുകയും ഞങ്ങൾക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു, ഞങ്ങൾക്കത് വാങ്ങിക്കാൻ ഒത്തിരി താല്പര്യമുണ്ടെന്ന് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു വ്യക്തിയാണ്, ഞങ്ങൾക്ക് അറിയത്തുപോലുമില്ല. ആ പുള്ളി 2 ദിവസത്തിനുള്ളിൽ 40 ലക്ഷം രൂപ എൻ്റെ ഹസ്ബൻഡിൻ്റെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും പറയും, നോക്ക് നമ്മളെ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു വ്യക്തിയാണ്, എന്നിട്ട് ആ പുള്ളി ഇത്രയും പൈസ നമ്മുടെ അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പുള്ളിക്ക് എങ്ങനെ തോന്നി എന്ന് എൻ്റെ ഹസ്ബൻഡ് തന്നെ ഒരു അതിശയമായിരുന്നു. അതിനകത്ത് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അത് മാതാവിൻ്റെ കൃപാസനത്തിൽ എൻ്റെ അമ്മയുടെ ഏറ്റവും ശക്തമായ ഇടപെടലാണ്. അത് കഴിഞ്ഞ് കോവിഡ് വന്നു, സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റാതെ വന്നു, ഒത്തിരി പ്രതിസന്ധികളുണ്ടായൊരു കാലഘട്ടമുണ്ട്. ആ കാലഘട്ടത്തിൽ നിന്ന് മാതാവ് എന്നെ ഒഴിവാക്കി തന്നു. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡ് കോവിഡ് വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ജോലി അവരെ 750 പേരെ ടെർമിനേറ്റ് ചെയ്തു. എൻ്റെ ഹസ്ബൻഡ് ജോലി പോയി. അപ്പോൾ ഹസ്ബൻഡ് പിള്ളേരും തിരിച്ച് നാട്ടിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ കുവൈറ്റിൽ തന്നെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ജോലിക്ക് പോകുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിന്നുകൊണ്ടിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റ് എയർവേസിൽ ഫ്ലൈറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഇന്നും അമ്മയോട് ഓൺലൈൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, നമുക്ക് നമ്മൾ ഇട്ടിട്ട് പോയൊരു ജോലിയല്ല, നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു സമയത്ത് പെട്ടെന്ന് നമ്മളെ പറഞ്ഞു വിട്ടതാണ്. അത് മനസ്സുകൊണ്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ എൻ്റെ ഹസ്ബൻഡിന് തിരിച്ച് ആ ജോലിക്ക് കയറി ആ യൂണിഫോം ഒന്നും കൂടെ ഇട്ട് അമ്മ അങ്ങനെ എനിക്ക് കാണാനൊരു കൃപ തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. 1.5 വർഷം കഴിഞ്ഞപ്പം അവർ റീജോയിൻ ചെയ്യാനായിട്ട് പുള്ളിനെ തിരിച്ച് വിളിച്ചു. 5 പൈസ പോലും മുടക്കില്ലാതെ എനിക്ക് പുള്ളിനെ, അന്നേരം അവർ പറഞ്ഞു ആദ്യം ആൾ കുവൈറ്റിൽ വരണം, എന്നാൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ നേഴ്സുമാർക്ക് പെണ്ണുങ്ങൾക്ക് ഒരിക്കലും അവിടെ ഫാമിലി വിസ അനുവദിക്കത്തില്ലാത്തൊരു കാലഘട്ടമാണ്. ഈ കോവിഡ് കഴിഞ്ഞപ്പം ഒരു കുറച്ച് നാളത്തേന് വൈഫ്മാർക്ക് ഫാമിലീനെ കൊണ്ടുവരാനുള്ള ഒരു ഓതറേഷൻ തന്നവിടെ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറും 3 കോടി രൂപ ചിലവിൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞാൻ സ്പോൺസർഷിപ്പായിട്ട് എൻ്റെ ഹസ്ബൻഡ്, അത് GCC കൺട്രിയിൽ ഒരിക്കലും ഞങ്ങളുടെ അവിടെ ഇല്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ആ വിസ എടുക്കാനും ഹസ്ബൻഡ് അവിടെ വന്നിട്ട് റീജോയിൻ ചെയ്യാനുള്ളൊരു അവസരം അമ്മ മാതാവ് എനിക്ക് തന്നു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വിശ്വാസത്തെയും കൂടെ ശക്തിപ്പെടുത്താനായിട്ട് അത് ഇടയാക്കി. ഞാൻ എൻ്റെ മക്കളോട് പറയും, കണ്ടോ മാതാവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പം മാതാവ് നമ്മളെ സഹായിക്കുന്നത് കണ്ടോ, ഇങ്ങനെയാണ് ഓരോ അടയാളങ്ങളും തരുന്നത്. നിങ്ങൾ ആ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവസ്നേഹത്തിൽ ഈശോയുടെ കരം പിടിച്ച് അമ്മയുടെ കരം പിടിച്ച് ജീവിക്കാനായിട്ട് ഈ സാക്ഷ്യങ്ങൾ തരുന്നതെന്ന് ഞാൻ എൻ്റെ മക്കളോട് എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന ഒരു അക്രൈസ്തവനായിട്ടൊരു വ്യക്തി ഉണ്ടായിരുന്നു, മനീഷ് എന്നാണ് പേര്. ആ മകൻ്റെ ഹാർട്ടിൻ്റെ വാൽവിന് എന്തോ പ്രോബ്ലം ഉണ്ടായി. എൻ്റെ കൂടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അത് കണ്ടുപിടിക്കപ്പെട്ടത്.
അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്തു. അപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നടക്കും. അപ്പം ഞാൻ എൻ്റെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ പുള്ളിയുടെ നെഞ്ചിൽ തൈലം പൂശി പ്രാർത്ഥിച്ചിട്ട് ഫലമായി ബുദ്ധിമുട്ടുകൾ മാറി, ആ ഹെവിനെസ് മാറി, അങ്ങനെ ഒത്തിരി മാറ്റങ്ങളുണ്ടായി. അത് കഴിഞ്ഞ് ഡോക്ടറെ കൺസൾട്ട് ചെയ്യപ്പം അത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്ക് താല്പര്യം ഇല്ലെങ്കിലും പുള്ളി അത് ഓപ്പറേഷൻ ചെയ്തപ്പം പറഞ്ഞു, ചേച്ചി എനിക്ക് റീപ്ലേസ്മെൻറ്റ് വേണ്ട, വാൽവ് അത് തുറന്നു കഴിയുമ്പോൾ അതിന് എന്തെങ്കിലും റിപ്പയർ ചെയ്ത് ഫിനിഷ് ആക്കാനുള്ള ഇതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. എനിവേ ബാംഗ്ലൂരാണ് സർജറി നടത്തിയത്. ഓപ്പൺ ചെയ്തു. അതിനകത്തുള്ളൊരു മൈന്യൂട്ടായിട്ടുള്ള റിപ്പയർ മാത്രം നടത്തി അത് ഓപ്പറേഷൻ സക്സസ് ആയി. ഇപ്പോൾ ആ മകൻ നല്ല സുഖമായിട്ട് ജോലി ചെയ്യുന്നു. ന്യൂസിലൻഡിൽ പോകാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുന്നു. അമ്മ മാതാവിലും ഈശോയിലും ഒത്തിരി വിശ്വാസത്തോടെ ആ മകനും വൈഫും ഇപ്പോഴും അവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജപമാല ചെല്ലാനായിട്ട് എനിക്കങ്ങ് ഒരു ഹരമായിരുന്നു ജപമാല ചെല്ലുന്ന ഒരു കാലഘട്ടത്തിൽ. ഇപ്പോഴും ഉണ്ട്. ഞാൻ ജോസഫച്ചൻ പറയുന്നത് പോലെ 12ഉം 13ഉം ഒക്കെ ജപമാലകൾ ഒരു ദിവസം ചെല്ലിയില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം അത് 4ആയിട്ട് കുറഞ്ഞ് ഇവിടെ വന്നതിൻ്റെ ശേഷം എങ്കിലും ഞാൻ അത് ചെല്ലാനായിട്ട് മാക്സിമം ശ്രമിക്കാറുണ്ട്. അന്നൊക്കെ അച്ഛൻ പറഞ്ഞതുപോലെ 36 ജപമാല വരെ ചെല്ലാനുള്ള ഒരു ഭാഗ്യം എനിക്ക് അമ്മ മാതാവ് തന്നിട്ടുണ്ട്. ഞാൻ അതിലൊത്തിരി സന്തോഷിക്കുന്നുണ്ട്. ഞാൻ ഓപ്പറേഷൻ തിയേറ്റർ ജോലി ചെയ്തൊരു വ്യക്തിയാണ്. ഓപ്പറേഷൻ്റെ സമയത്ത് നമ്മൾ വെളിയിൽ മാറി നിൽക്കുമ്പം നമ്മുടെ കൂടുതലുള്ള ആൾക്കാർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതൊരു നിമിഷം കിട്ടിയാലും എനിക്ക് കൊന്ത ചെല്ലണം എന്നുള്ളൊരു സ്പിരിറ്റ് അല്ലാതെ എൻ്റെ കൂടുതൽ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചറിയാം, എവിടെ ഒരു ഇച്ചിരി റിക്രിയേഷൻ സമയം കിട്ടിയാലും ഞാൻ എവിടെയെങ്കിലും കോണി മാറി ഇന്ന് കൊന്ത ചെല്ലും. അതെൻ്റെ ഒരു വല്ലാത്തൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി കൃപകൾ എൻ്റെ ഈശോയിൽ നിന്ന് നേടിയെടുക്കാൻ എനിക്ക് അമ്മമാതാവ് വഴി സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാനായിട്ടുള്ളൊരു വലിയ കൃപ അമ്മമാതാവ് എനിക്ക് തന്നു. അതുപോലെ രോഗികളായിട്ടുള്ള ആൾക്കാരെ പോയി കാണാനും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ദൈവം ഒത്തിരി എന്നെ സഹായിച്ചു. അതിനെല്ലാം കാരണം എൻ്റെ കൃപാസനത്തിലെ അമ്മ മാതാവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു അനുഗ്രഹം കിട്ടിയത്, ഞാൻ എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കാൻ പോകാനായിട്ട് എനിക്ക് പറ്റും. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പോലും അറിയത്തില്ല, എങ്കിലും ഞാനവിടെ വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകാനുള്ളൊരു കൃപ. ഇവിടെയാണെങ്കിലും ഇപ്പം വന്നതിന് ശേഷം ഒരു ദിവസം പോലും ദിവ്യബലി മുടക്കാൻ, അച്ഛൻ പറയുന്നത് പോലെ ദിവ്യബലിയിൽ രാവിലെ അണയാനായിട്ടുള്ള വലിയൊരു കൃപ പരിശുദ്ധ അമ്മ എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ ഇനി കുറേ നിയോഗങ്ങളുണ്ട്. ആ നിയോഗങ്ങളെല്ലാം അമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ട്. അമ്മ എനിക്കത് സാധിച്ചു തരുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ മാസം ഞാൻ എൻ്റെ മക്കളെയും കൂട്ടിക്കൊണ്ട് ഇവിടെ വന്നു. ഇതുപോലെ ഒരു വൈകുന്നേരം 4 മണിയായപ്പം പത്രം വാങ്ങിക്കാൻ വന്നതാണ്. ഞാൻ അവിടെ കയറുമ്പം തൊട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണമാണ്. ആദ്യം ഞാൻ ഓർത്ത് ഇവിടെ എവിടെയെങ്കിലും മുല്ലപ്പൂ ഇട്ടിട്ടുണ്ടായിരിക്കുന്ന ഓർത്ത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ബോധമൊന്നും പോകുന്നില്ല. ഞാൻ ഇവിടെ കയറി വന്ന് ഇവിടെ ഇരിക്കുമ്പോഴും മണം, എങ്ങോട്ട് ഇറങ്ങുമ്പോഴും മണം, ഭയങ്കര മണമാണ്. അപ്പം പിന്നീട് അന്നേരം ഓർത്ത് സാക്ഷ്യം പറയുന്ന ഓരോരുത്തരും പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടായി. മാതാവിൻ്റെ സാക്ഷ്യം അന്നേരം എനിക്ക് മനസ്സിൽ തട്ടി, അമ്മ ഇവിടെ ഉണ്ട്, അതല്ലേ ഇത്രയും ഇത് കൂട്ട് ശക്തമായിട്ടുള്ള മുല്ലപ്പൂവിൻ്റെ മണം ഉണ്ടാകുന്ന. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഞാൻ വീട്ടിൽ പോയി നിന്നിട്ട് അത് ഓർത്തിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. അമ്മയുടെ കൂട്ടത്തിൽ അമ്മയുടെ അടുത്ത് നിൽക്കാനുള്ള ആ വലിയ കൃപ കിട്ടിയതിനെ ഓർത്ത് ഇത്രയും വലിയ അനുഗ്രഹം തന്ന കൃപാസനത്തിലെ അമ്മ മാതാവിനും എൻ്റെ ഈശോയ്ക്കും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.